കുട്ടിക്കാലത്ത് മഴ പെയ്യുമ്പോൾ കടലാസ് തോണിയുണ്ടാക്കി കളിക്കുന്നത് വെറും ഒരു വിനോദമായിരുന്നില്ല. അതൊരു വലിയ സൈക്കോളജിക്കൽ ലെസൺ ആയിരുന്നു. നമ്മൾ ഏറ്റവും നല്ല പേപ്പർ തെരഞ്ഞെടുക്കും, വളരെ പെർഫെക്റ്റായി അത് മടക്കും, എന്നിട്ട് വെള്ളത്തിലേക്ക് വെക്കും. പക്ഷേ അത് വെള്ളത്തിൽ തൊടുന്ന ആ നിമിഷം വരെ മാത്രമേ അതിൽ നമുക്ക് നിയന്ത്രണമുള്ളൂ. പിന്നീട് അതിനെ കൊണ്ടുപോകുന്നത് ആ വെള്ളത്തിന്റെ ഒഴുക്കുമാണ്. സൈക്കോളജി ഇതിനെ ഇല്യൂഷൻ ഓഫ് കൺട്രോൾ എന്ന് വിളിക്കും. നമ്മുടെ പ്ലാനിങ്ങിലൂടെ പുറത്തുള്ള വലിയൊരു ലോകത്തെ നമുക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയും എന്ന മനുഷ്യന്റെ മിഥ്യാധാരണ. ഒരു ബിസിനസ് തുടങ്ങുമ്പോഴായാലും ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴായാലും നമ്മൾ ഈ കടലാസ് തോണിയാണ് ഇറക്കി വിടുന്നത്. മാർക്കറ്റിന്റെ മാറ്റങ്ങളോ നാളത്തെ സാഹചര്യങ്ങളോ ഒന്നും നമ്മുടെ കൺട്രോളിലല്ല. ഇവിടെയാണ് സ്റ്റോയിസിസം എന്ന ഫിലോസഫി നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നത്. ആ തോണി മുങ്ങിപ്പോകുമോ അതോ ലക്ഷ്യത്തിലെത്തുമോ എന്നതല്ല നിങ്ങളുടെ വിഷയം. നിങ്ങൾ ആ തോണി എത്ര മനോഹരമായി, എത്ര പെർഫെക്റ്റായി മടക്കി എന്നതാണ് നിങ്ങളുടെ വിജയം. ഇംഗ്ലീഷിൽ ഇതിനെ ഡിറ്റാച്ച്മെന്റ് ഫ്രം ഔട്ട്കം എന്ന് പറയും. നമ്മൾ പ്രയത്നിക്കുക, പക്ഷെ റിസൾട്ടിൽ അമിതമായി ആശ്രയിക്കാതിരിക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ പ്ലാനിങ്ങുകൾ തെറ്റുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ സ്ട്രെസ് അടിക്കേണ്ട കാര്യമില്ല. ഒഴുക്ക് തീരുമാനിക്കുന്നത് പ്രകൃതിയാണ്. നിങ്ങളുടെ ജോലി ആ കടലാസു തോണിയിലെ മടക്കുകൾ കൃത്യമാക്കുക എന്നത് മാത്രമാണ്. തോണി വെള്ളത്തിലിറക്കിയാൽ പിന്നെ മാറി നിൽക്കുക, ആ കാഴ്ച ആസ്വദിക്കുക.